എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ പുത്തൻ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് കുറച്ച് നക്ഷത്രജാതകർ. ഇവർക്ക് ഇനി ഒരാളുടെ മുന്നിലും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കൈ നീട്ടേണ്ടി വരില്ല. സ്വന്തം നിലയിൽ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കാൻ കഴിയുന്ന നക്ഷത്രജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള എൻ്റെ പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയേണ്ട ഭാഗ്യശാലികളായ ഒരു നക്ഷത്രജാതകർ അത് മറ്റാരുമല്ല, കാർത്തിക നക്ഷത്രജാതകർ തന്നെയാണ്. വരുന്ന ദിവസങ്ങളിൽ ഉത്കൃഷ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. എല്ലായിടത്തും മാന്യതകൾ ലഭിക്കും. കാര്യസാധ്യങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാകുക. പ്രതീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ വച്ചടി കയറ്റം ഉണ്ടാകുകയും ചെയ്യും. ധനാഗമം ഉണ്ടാകുന്നതോടുകൂടി സന്തോഷം നിറഞ്ഞൊരു ജീവിതം നയിക്കാനും ഇവർക്ക് സാധിക്കും. കടം കൊടുത്ത ധനം പോലും തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന വേളയിൽ അപ്രതീക്ഷിതമായിട്ട് കയ്യിലേക്ക് വന്നു ചേരും. വിവാഹ ആലോചനകൾക്ക് സ്ഥിരം മുടക്കം വരുത്തുന്ന വ്യക്തികളെ തിരിച്ചറിയാനും അവരുടെ പ്രവൃത്തികൾക്ക് ഒരു തടയിടാനും സാധിക്കുന്ന ദിവസങ്ങളാണ് ഇനി ഉണ്ടാകുക. അതോടൊപ്പം സർക്കാരുമായിട്ട് ചില ഇടപാടുകളിൽ നേട്ടങ്ങൾ കൊയ്യാൻ ഇവർക്ക് സാധിക്കും. മനസ്സിന് ആദി കൂടുതലാകും. ശത്രുക്കളുടെ ശക്തി കുറയും. അതിനാൽ അവരിൽ നിന്ന് വലിയ ഉപദ്രവങ്ങൾ ഒന്നും ഉണ്ടാകില്ല. നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താനും കാർത്തിക നക്ഷത്രജാതകർക്ക് സാധിക്കും. സുഖ അനുഭവങ്ങൾ അല്പാൽപമായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങും. ചില കഠിനമായ ദുഃഖ അനുഭവങ്ങളും മാർച്ച് മാസത്തിൽ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. തീർത്ഥയാത്രകൾ നടത്താൻ പറ്റിയ സമയമാണ്. പേരും പ്രശസ്തിയും പ്രതാപവും വർദ്ധിക്കും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിവരും. തൊഴിൽ രംഗം മെച്ചപ്പെടും. അർശസ് മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവ കൂടുതലാകാൻ സാധ്യതകൾ കാണുന്നു. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പലവിധ ആപത്തുകളും വിട്ടൊഴിയുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. വീട്ടിൽ സമാധാന അന്തരീക്ഷം വർദ്ധിക്കും. ചഞ്ചല മനസ്കരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശയന സൗഖ്യം ഉണ്ടാകും. ആഗ്രഹങ്ങൾ സഫലമാകാൻ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകില്ല. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. സ്ഥാനമാനങ്ങൾ, ആദരവ് ഇവ ലഭിക്കും. നീചജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ ഇടയുണ്ട്. യശസ്സിനും ധനത്തിനും ക്ഷയം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അലച്ചിലുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറും. തൊഴിൽപരമായിട്ട് ഉന്നതിയിൽ എത്തും. കച്ചവട രംഗം മെച്ചപ്പെടും. പാവവിചാരങ്ങൾ കുറഞ്ഞു തുടങ്ങും. ചിലവുകളും കൂടുതലാകും. നാൽക്കാലികളെ വാങ്ങാനും വിൽക്കാനും നല്ല സമയമാണ്. വിദേശത്ത് ജോലി തേടാൻ ഈ സമയം ഉപയോഗിക്കാം. വിവാഹ ആലോചനകൾ ഫലവത്താകുകയും ചെയ്യും. ദോഷപരിഹാരങ്ങൾക്ക് ഈ നക്ഷത്രജാതകർ ചെയ്യേണ്ടത് ശിവന് ധാര, കുവളമാല ഈ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചില അനുകൂല നടപടികൾ പ്രതീക്ഷിക്കാം. ധനനേട്ടങ്ങൾ പല പ്രകാരേണ ഇവർക്ക് ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും.
അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകുമെങ്കിലും ചിലവുകൾ കൂടുതലായിരിക്കും. ആഭരണങ്ങൾ വാങ്ങാനും മക്കൾക്ക് സന്തോഷത്തോടെ സമ്മാനമായിട്ട് നൽകാനും മാതാപിതാക്കൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ അവസരം കൂടുതലാണ്. സ്ഥാനചലനത്തിന് സാധ്യത കാണുന്നു. ഉദ്യോഗസ്ഥർക്ക് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കാനാകും. സ്വയം തൊഴിലുകാർക്ക് ക്ലേശങ്ങൾ കൂടുതലാകും. ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ബന്ധുജനങ്ങളുമായി കലഹിക്കേണ്ടതായിട്ടും വരും. ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഇവയ്ക്ക് യുക്തമായ ഔഷധ സേവ നടത്തണം. അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും. പാപവിചാരം കൂടുതലാകും. നിർബന്ധ ബുദ്ധിയും കൂടുതലാകും. അപസ്മാര പീഡയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, കദളിപ്പഴ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പല പ്രകാരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. വീട്ടിൽ സമാധാന അന്തരീക്ഷം വർദ്ധിക്കും. ആവശ്യമില്ലാതെ മനോവിചാരമേറി വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഉദരരോഗങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ ഇവ കൂടുതലാകും. പലിശയ്ക്കും മറ്റും പണം കടം കൊടുത്തവർക്ക് അത് തിരികെ കിട്ടാൻ സാധ്യതകൾ കാണുന്നു. വേറെയും ധനാഗമങ്ങൾ ഇവർക്കുണ്ടാകും. ബന്ധുജനങ്ങളുമായിട്ട് ഒത്തുകൂടാൻ അവസരങ്ങളുണ്ട്. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. സുഖ അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ കൂടുതലാണ്. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമാകും. ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏർപ്പാടുകളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. കൂടുതൽ സ്നേഹബന്ധത്തിൽ ഉള്ളവരുമായി പിരിയാൻ ഇടയുണ്ട്. മറ്റുള്ളവരെ അപവാദം പറയാതെ ശ്രദ്ധിക്കണം. അഗ്നി കൊണ്ടും ജലം കൊണ്ടും പ്രവർത്തിക്കുന്ന തൊഴിലുകൾ മെച്ചപ്പെടുന്ന ദിവസങ്ങളാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര, പഞ്ചാക്ഷര മന്ത്ര പുഷ്പാഞ്ജലി ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇവർ ആരോഗ്യം വീണ്ടെടുക്കാൻ പോകുന്നു. രോഗാരിഷ്ഠിതകൾക്ക് കുറവുകൾ കണ്ടു തുടങ്ങും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. ധനലാഭം വർദ്ധിക്കാനുള്ളൊരു ഭാഗ്യം ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഗ്രഹസ്ഥാനിയിൽ പ്രധാനിയായ രാഹുവിൻ്റെയും കുജൻ്റെയും ഒക്കെ ഒരു ആനുകൂല്യം കൂടി ഇവർക്ക് ലഭിക്കുകയാണ്. ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും നല്ല സന്തോഷത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കാൻ ഇവർക്ക് അവസരങ്ങൾ ലഭിക്കും. ജോലിയിൽ പ്രമോഷൻ സാധ്യതകളുണ്ട്. സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവം കുറവായിരിക്കും ഈ സമയത്ത്. ദീർഘദൂര യാത്രകൾ ചെയ്യുന്നവർ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒന്ന് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെടാനും സാധ്യത ഒപ്പം തന്നെയുണ്ട്. അതും ഒഴിവാക്കി കളയാൻ സാധിക്കില്ല. മനോദുഃഖമൊക്കെ വളരെ കുറവായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ നീങ്ങും. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. കീർത്തിയും പ്രശസ്തിയും നേടും. പിതൃ മാതൃതുല്യ സ്ഥാനത്തുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹം വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും. അക്ഷമയും ഈർഷ്യയും കൂടുതലാകാൻ സാധ്യതകൾ കൂടുതലാണ്. എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം മാറിത്തുടങ്ങും. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കാം. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുതിയ വീട് പണി തുടങ്ങാനും നല്ല സമയമാണ്. ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മനസ്വസ്ഥത വർദ്ധിക്കും. സന്ധികളിൽ വേദന, വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക, ഗർഭപാത്രം സംബന്ധിച്ച അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ നടത്തുന്നതിൽ തെറ്റില്ല.
എല്ലാത്തിനും ഉള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും അതിജീവിക്കും. വിദ്യാഭ്യാസം സംബന്ധിച്ച തടസ്സങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലെ ആദി കുറഞ്ഞു തുടങ്ങും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.